ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഞാൻ ഇതുപോലെ തന്നെ ഒരു ആസ്ത അക്കാഡമി എന്ന് പറയുന്ന ഒരു അക്കാഡമിയിൽ നിന്ന് കുറച്ച് ബുക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നോർമലി ഇപ്പം നമ്മൾ യൂട്യൂബൊക്കെ നോക്കുവാണെങ്കിൽ PSC എക്സ്പീരിയൻസ് പൊതുവായിട്ട് ഇങ്ങനത്തെ ബുക്സ് വാങ്ങാറുണ്ട്. അപ്പം ഞാനും അതുകൊണ്ടാണ് ഇത് വാങ്ങി നോക്കിയത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ 3 ബുക്സാണ് വാങ്ങിയത്. ഇതിലെ ആദ്യത്തെ ബുക്കെന്ന് പറയുന്നത് സുപ്രധാന നിയമങ്ങളുടെ ബുക്കാണ്. അപ്പോൾ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള ബുക്കുകൾ വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്ന സുപ്രധാന നിയമങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന, കലാ, സാഹിത്യം, സംസ്കാരം, കായികം, അതാണ്. അപ്പോൾ ഇതിൽ പറയാനാണെങ്കിൽ നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാനാണെങ്കിൽ ഇപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് ഈ സുപ്രധാന നിയമങ്ങളിൽ വരുന്നത്. അപ്പോൾ ഓരോ നിയമങ്ങളും എന്നിട്ട് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വൈസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊടുക്കും. പിന്നെ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ കൂടെ എന്തെങ്കിലും ഫാക്ട്സ്, എല്ലാ ഫാക്ട്സും അല്ല, റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ട ഫാക്ട്സ് ഉണ്ടെങ്കിൽ ആ ഫാക്ട്സും കൂടെ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ബോക്സസ് ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൻലി ക്വസ്റ്റ്യൻ ആൻസർ ആ ഒരു ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് നമ്മളെല്ലാം പഠിച്ചു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു റിവിഷൻ എന്ന രീതിയിലൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയതാണ്. അതുപോലെ തന്നെ എല്ലാ കണ്ടൻസും, അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സുപ്രധാന നിയമങ്ങളിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പം അടുത്ത് നോക്കാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഈ ബുക്ക് കുറച്ചുകൂടി പേജസ് ഉണ്ട്. ഇതിന് 130 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ ബാക്കിയുള്ളതുപോലല്ല, കുറച്ചുകൂടി കണ്ടൻസ് കൊടുത്തിട്ടുണ്ട്. സിലബസ് ഫുള്ള് കവർ ചെയ്യുന്ന തന്നെ എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതുപോലെ ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു പോകാതെ ഫാക്ട്സ് കൂടി അവർ പറയുന്നുണ്ട്. ഇനി അടുത്ത് വരുന്നത് കലാസാഹിത്യം, സംസ്കാരം, കായികം എന്ന ബുക്കാണ്. അപ്പം ഇത് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത്, എനിക്ക് കലാസാഹിത്യം, സംസ്കാരമൊക്കെ നമ്മൾ ഫുൾ കണ്ടൻറ്റ് പഠിച്ചെങ്കിലും മെയിനായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ നോക്കാനാണെങ്കിൽ ഇത് അതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ ബുക്കുകൾ നമുക്ക് ഓരോ കണ്ടൻറ്റും, ഇതിപ്പം ഓരോ മാധ്യമരംഗം, അതുപോലെ തന്നെ സിനിമ, ഗദ്യ സാഹിത്യം, ഇങ്ങനെ ഓരോ കണ്ടൻറ്റും അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് 3 കൂടി ഞാൻ വാങ്ങിയത് 330 റുപ്പീസിനാണ്. അപ്പം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. നമ്മൾ ഒരു ബുക്ക് തന്നെയാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ എക്സ്ട്രാ 20 റുപ്പീസ് ഡെലിവറി കൊടുക്കണം, ഡെലിവറി ചാർജ് ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഇവരുടെ എക്കണോമിക്സ്, അതുപോലെ തന്നെ ജോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, ഹിസ്റ്ററി, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ കോംബോ ഓഫേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതിൻ്റെ കോംബോ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല ഓഫേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഇവരുടെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട, എല്ലാം വാങ്ങിക്കാതെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഗൈഡൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് കുറച്ചുകൂടി റിവിഷനൊക്കെ പാടായിട്ടുള്ള, നിങ്ങൾക്ക് കുറച്ചുകൂടി പഠിക്കാൻ പാടായിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ വാങ്ങുവാണെങ്കിൽ റിവിഷനൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു സബ്ജക്റ്റിൽ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് പഠിച്ച് റിവൈസ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ഡെലിവറി ചെയ്യുന്നത്, ഞാൻ ഡെലിവറി ചെയ്യാൻ ഓർഡർ കൊടുത്ത് എനിക്കൊരു 3rd ഡേ ആയപ്പോഴത്തേക്കും ഡെലിവറായി. നമ്മുടെ ഹോം ഡെലിവറി അല്ല, നമുക്ക് പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് അവരിത് അയക്കുന്നത്. അപ്പം നമുക്ക് അവിടെ ചെന്ന് നമ്മളിത് കളക്ട് ചെയ്യേണ്ടി വരും. അപ്പം റിവിഷനൊക്കെ നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാടുള്ള സബ്ജക്ട്സ് ഒക്കെ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കണം, റിവിഷൻ നടത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം. അപ്പം ഇതിൽ +2 ലെവൽ, ഡിഗ്രി ലെവൽ, 10th ലെവൽ എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ബുക്സൊക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി റിവിഷൻ ഇപ്പം കുറച്ചുകൂടി സിമ്പിളാക്കാൻ പറ്റും. പിന്നെ VFA ഒക്കെ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടുള്ള ടോപ്പിക്സിനൊക്കെ വാങ്ങാം. അപ്പം ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒന്നും അവൈലബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭരണ സംവിധാനം, കേരളം ഭരണ സംവിധാനം, അതൊന്നും അവൈലബിൾ അല്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സിൻ്റെയും ബുക്സ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് അവരുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് GPay ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓർഡർ ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. താങ്ക്